ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 198 ദിവസമാണ്. ഇന്ന് 570 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് പരിസ്ഥിതി ആത്മീയത? എന്താണ് പരിസ്ഥിതി ആത്മീയത? നാം ഓരോരുത്തരും എന്നും ദൈവത്തെ വിളിക്കാറുണ്ട്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. കാരണം നമുക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിൽ ഒരു നിത്യ സുഖ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെയും ഈശ്വരൻ്റെയും മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതും. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്നതായ ആയുസ് സ്വർഗതുല്യമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ പരിസ്ഥിതിയെ നാം ശരിക്കും സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിസ്ഥിതി ആത്മീയത അത്യാവശ്യമാണ് എന്ന് നമ്മുടെ പിതാക്കന്മാരും വൈജ്ഞാനികരും നമ്മെ ഉപദേശിക്കുന്നത്. അത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രത്യേകതകളും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പരിസ്ഥിതി പഠനത്തിന്റെ സാമൂഹിക ഭൗമ ജീവശാസ്ത്രങ്ങളും വിവിധ വിജ്ഞാന ശാഖകളും സമന്വയിക്കുന്നു. എന്നാൽ പരിസ്ഥിതി ബോധത്തിന്റെ പ്രാഥമിക പഠനങ്ങൾ പകരുന്നത് പ്രകൃതിയാണ്. കാലാവസ്ഥാ വ്യതിയാനവും പരിസര മലിനീകരണവും വരൾച്ചയും കുടിവെള്ള ക്ഷാമവും ശക്തിപ്പെടുമ്പോൾ പ്രകൃതിയിലേക്ക് തിരിയുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. പരിസ്ഥിതിയിൽ ജൈവ വൈവിധ്യവും പ്രകൃതിയിലെ അനുബന്ധ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നു. ഇതിൽ വിവിധ ഇനം ജീവികൾ, സസ്യങ്ങൾ, പക്ഷികൾ, സൂക്ഷ്മ അതിസൂക്ഷ്മ ജീവികൾ, ഷഡ്പദങ്ങൾ എല്ലാം ഉണ്ട്. വനം, നദി, സമുദ്രം, പർവ്വതം എന്നിവ പരിസ്ഥിതി ഘടനയെ സ്വാധീനിക്കുന്നു. പരിസ്ഥിതിയിൽ മനുഷ്യ കേന്ദ്രീകൃതമായ വികസനവും ഇടപെടലുകളും ശക്തിപ്പെട്ടതിനാൽ പ്രകൃതി വിഭവങ്ങളുടെ വംശനാശവും ശോഷീകരണവും സംഭവിക്കുന്നു. നഗര വ്യവസായവൽക്കരണം, വന വിഭവങ്ങളുടെ ചൂഷണം, മണ്ണ്, ജലം, വായു തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളിലുള്ള കടന്നുകയറ്റം, കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിച്ചുള്ള കൃഷി രീതി എന്നിവ പ്രകൃതിയുടെ താളക്രമത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. മാലിന്യ കൂനയിൽ പരിസ്ഥിതിക്ക് ആരോഗ്യത്തിനും ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക്കും ഇലക്ട്രോണിക് പാഴ്വസ്തുക്കളും ചികിത്സാലയ നഗര മാലിന്യങ്ങളും വർദ്ധിക്കുന്നു. മാലിന്യങ്ങളുടെ പെരുപ്പവും ഭരണാധികാരികളുടെ ആലംബവും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ അപര്യാപ്തതയും പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രകൃതിയോട് മനുഷ്യ കേന്ദ്രീകൃതവും ജൈവ കേന്ദ്രീകൃതവുമായ സമീപനമുണ്ട്. പ്രകൃതി എങ്ങനെയായിരിക്കണമെന്ന് മനുഷ്യൻ തീരുമാനിക്കുന്ന അവസ്ഥയാണ് മനുഷ്യ കേന്ദ്രീകൃത സമീപനം. ഇത് പരിസ്ഥിതി വിരുദ്ധമാണ്. സ്വാർത്ഥതയും അഹങ്കാരവും അതിശത്വവും മനുഷ്യരിൽ ശക്തിപ്പെടുമ്പോൾ പ്രകൃതിക്ക് മേൽ ആധിപത്യം ഉറപ്പിക്കുന്നു. ജൈവമണ്ഡലത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും ഉള്ള തുല്യാവകാശമാണ് ജൈവ കേന്ദ്രീകൃത സമീപനം. പ്രകൃതിയെ പരിപൂർണമായി സംരക്ഷിക്കുക എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. പരസ്പര ആശ്രയത്വവും കരുതലും നീതിപൂർവമാകുമ്പോൾ പ്രകൃതി സൗഹൃദ സുസ്ഥിര വികസനം സാധ്യമാകും. ഇത് ആത്മധ്യാനത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും ആത്മപരിശോധനയുടെയും നിരന്തര പ്രക്രിയയാണ്. മിഷേൽ ഫൂക്കോ ഇതിനെ ഹരിത സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രകൃതിയുമായുള്ള ആത്മബന്ധത്തിൽ നൈസർഗികമായി വളരുന്നതാണ് ഈ ജൈവ സൗന്ദര്യം. എന്നാൽ പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യന്റെ അതിമോഹവും അതിക്രമവും ശക്തിപ്പെട്ടപ്പോൾ പരിസ്ഥിതി ഘടന തകർന്നു. പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റത്തിലെ പ്രധാന ഭീഷണിയാണ് പ്ലാസ്റ്റിക്കും ഈ വേസ്റ്റും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്ലാസ്റ്റിക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും അവിഭാജ്യ ഘടകമാകുന്നു. ക്യാരി ബാഗ് മുതൽ ഹൃദയ വാൽവ് വരെ പ്ലാസ്റ്റിക് ആണ്. ആകർഷകമായ പ്ലാസ്റ്റിക് കവറുകൾ വിപണന തന്ത്രത്തിന് ഭാഗമായി ഭാരക്കുറവ്, ഉറപ്പ്, ഈട്, എളുപ്പത്തിൽ
പരുവപ്പെടുത്തിയെടുക്കാവുന്ന അവസ്ഥ, കുറഞ്ഞ ചെലവ് എന്നീ മേന്മകൾ പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിപ്പിച്ചു. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും അനുബന്ധ സാമഗ്രികളുമാണ് ഈ വേസ്റ്റിൽ. അനുദിനം വിപണിയിൽ കിടക്കുന്ന ഓരോ വസ്തുക്കളെയും നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് വിപണിയെ കീഴടക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സാന്നിധ്യവും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രചാരവും ഈ വേസ്റ്റ് സൃഷ്ടിക്കുന്നു എന്നതാണ്. ഭൂമിയിൽ ഇവ മൂടപ്പെട്ടാൽ മണ്ണിന്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങളെല്ലാം നഷ്ടമാകും. മണ്ണിന്റെ താപനില നിയന്ത്രണം, ജലവാതക വിനിമയം എന്നിവ തടസ്സപ്പെടും. മണ്ണിൽ ജീവന്റെ നിലനിൽപ്പ് സാധ്യമാകാതെ മണ്ണിന് മരണം സംഭവിക്കുന്നു. 2023 എറണാകുളത്ത് ബ്രഹ്മപുരത്ത് കത്തിപ്പടർന്ന അതിരൂക്ഷമായ തീപ്പുക അണയ്ക്കുവാൻ 2 ആഴ്ച വേണ്ടിവന്നു. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നിർവഹിക്കുവാൻ ഭരണ തലവന്മാർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. വിഷപ്പുകയിൽ ജനങ്ങൾ നഗരം വിട്ടോടി, ജനം വീർപ്പുമുട്ടി. പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഫലമായി അമ്ലമഴയും യാഥാർത്ഥ്യമായി. ജൈവമാലിന്യങ്ങൾ 1-2 ആഴ്ച കൊണ്ട് ദ്രവിക്കും. എന്നാൽ പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക്സ് വേസ്റ്റുകൾ മണ്ണിൽ ദ്രവിച്ചു ചേരുകയില്ല. ഇവ കത്തിക്കുമ്പോൾ മാരകമായ ഡയോക്ലീനുകൾ ഉണ്ടാകുന്നു. ഇത് മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. അർബുദം, പ്രത്യുൽപാദന വൈകല്യങ്ങൾ, ഗർഭസ്ഥ ശിശു വളർച്ച തകരാറുകൾ, ത്വക്ക് രോഗങ്ങൾ, നാഡീവ്യൂഹ പ്രശ്നങ്ങൾ, ശ്വാസകോശ വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമായിത്തീരുന്നു. ഇത്തരം രോഗാതുരതയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പരിസ്ഥിതി സാക്ഷരതയിലും മാലിന്യ സംസ്കരണത്തിലും ആരോഗ്യ കാഴ്ചപ്പാടിലും ശാസ്ത്രീയവും ഫലപ്രദമായ സമീപനവും വികസിപ്പിക്കണം. പരിസ്ഥിതി സന്തുലിതത്വം, നീതിബോധവും ആരോഗ്യ സുസ്ഥിരവുമുള്ള തലമുറയെക്കുറിച്ച് പദ്ധതി ഉണ്ടാക്കണം. പരിസ്ഥിതി സംരക്ഷണവും ബദൽ ഊർജ സ്രോതസ്സും പരിസ്ഥിതി സൗഹൃദമുള്ള സമീപനം വളരണം. കരുതലിന്റെയും ലാളിത്യത്തിന്റെയും നീതിയുടെയും ജീവിതം പ്രായോഗികമാക്കുമ്പോൾ പരിസ്ഥിതി സൗഹൃദ ആത്മീയതയുടെ ഹരിത സൗന്ദര്യം യാഥാർത്ഥ്യമാകും. ഉൽപാദനം, ഉപഭോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥവും നിശ്ചയിക്കുമ്പോൾ പരിസ്ഥിതി വിരുദ്ധ നിലപാടുകൾ ഉണ്ടാകും. മാലിന്യരഹിതവും പരിസ്ഥിതി സൗഹൃദവുമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പരിസ്ഥിതി സാക്ഷരതയിൽ ക്രിയാത്മകമായി പങ്കുചേരുവാൻ മതങ്ങളും സർക്കാരിനും ബാധ്യതയുണ്ട്. കീഴാള സമൂഹത്തിന്റെ അതിജീവന സമരത്തിലോ കുടിവെള്ള ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിലോ സാധാരണക്കാർക്കും മുതലാളിമാർക്കും വലിയ ആഭിമുഖ്യമില്ല. പള്ളിയും പള്ളിക്കൂടവും വളർത്തുന്ന വിപണിയുടെ വികസന ശൈലി പാരിസ്ഥിതിക വിരുദ്ധമാണ്. പരിസ്ഥിതിയോട് നീതി പുലർത്താതെ സാമൂഹിക നീതി നടപ്പാക്കുവാൻ കഴിയുകയില്ല. സാമൂഹിക നീതിക്കായി പ്രവർത്തിക്കാതെ പാരിസ്ഥിതിക നീതി നടപ്പാക്കുവാനും കഴിയുകയില്ല എന്നുള്ള വിവരം നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാപ്പാനീസിന്റെ ജീവിതശൈലി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാത്രം കാര്യം നോക്കുന്നവരാണ്. ഈ അടുത്ത ദിവസം ഫുട്ബോൾ കളിയിൽ നിങ്ങൾ ഏവരും കണ്ടു കാണും. ജപ്പാനിലെ ആൾക്കാർ കളി കഴിഞ്ഞ് അവരുടെ ടീം തോറ്റതിന് ശേഷവും അവർ ആ ഗ്രൗണ്ടിൽ അവരിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് വേസ്റ്റുകൾ പെറുക്കിയെടുത്ത് വളരെ ക്ലീൻ ചെയ്താണ് അവിടെ നിന്ന് പോയത് എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും ഒരു മാതൃകയായിരിക്കണം. നമ്മൾ വേസ്റ്റുകൾ എറിഞ്ഞ് കളയുവാൻ നമ്മളൊക്കെയും മിടുക്കരാണ്. എന്നാൽ വേസ്റ്റ് എങ്ങനെയാണ് നാം ഓരോരുത്തരും അത് സംസ്കരിക്കേണ്ടത് എന്നുള്ളത് സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പറയുന്നതായ ഇൻസ്ട്രക്ഷനിലൂടെ മുമ്പോട്ട് നീങ്ങുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകം ഒരു സ്വർഗതുല്യമായ ലോകത്ത് നമ്മൾ മാത്രമല്ല നമ്മുടെ വരും തലമുറയും ജീവിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പാരിസ്ഥിതി ആത്മീയത നമ്മൾ ഓരോരുത്തരും കൈവരിക്കണം. നമ്മളുടെ പ്രാർത്ഥന മാത്രമല്ല അതിനു വേണ്ടത്. പ്രാർത്ഥനയ്ക്ക് നമ്മളുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞു തന്നതായ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചിന്തയുണ്ട്. നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായി ദൈവത്തോട് അടുത്ത് നിന്ന്
രണ്ടു നേരമെങ്കിലും പ്രാർത്ഥിക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഓരോ പ്രവൃത്തിയിലും നമ്മൾ എപ്പോഴും നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ സ്വർഗസുന്ദരമായ ജീവിതം ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.